ഇന്നത്തെ 1 മിനിറ്റിലെ സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും അതിന്റെ പുട്ടിന്റെയും ചാർട്ടാണ്. ഇപ്പൊ രാവിലെ നമുക്ക് സെൻസെക്സിലെ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് തലേ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് അടിച്ചിറങ്ങുമായിരുന്നു. തലേ ദിവസം അവിടെ സെല്ല് വന്നത് മാർക്കറ്റ് അടിച്ചു താട്ടിറങ്ങി. പക്ഷെ നമുക്ക് അവിടെ ബൈ ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് തിരിച്ച് മാർക്കറ്റ് ചെറുതായിട്ട് കയറിയപ്പോൾ നമുക്ക് താഴെ ഇട്ട് തന്നത് കൊണ്ട് നമുക്ക് ഇവിടെ റിട്രേസ്മെന്റിന് ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ഇറങ്ങി. ഒരു 9:30 ക്യാപ്പിലാണ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയത്. അവിടെ നമുക്ക് 75,300 പുട്ടിൽ നമുക്ക് ആ എൻട്രി തന്നിട്ടുണ്ട്. അവിടുന്ന് 9:30 അപ്പോൾ നമുക്ക് 328 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കയറിയ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 493 വരെ പോയി. അത് തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെയും പോയി. അത് 533 വരെയൊക്കെ രണ്ടാമത് പിന്നെയും കയറിയിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു. നമുക്ക് താഴെ ഗ്രീൻ ആണ്, നമുക്ക് മാർക്കറ്റ് ബൈ സൈഡ് ആണ്. പിന്നെ ഈ റിട്രേസ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ തിരിച്ചറിയാം, തിരിച്ചിറങ്ങുന്നതും തിരിച്ചു കയറുന്നതും. പ്രോപ്പർ സെല്ലിലേക്ക് വരുമ്പോൾ താഴെ മേളിലും ഒന്നിച്ച് നമുക്ക് റെഡിലേക്ക് വരാം. ആ സമയത്ത് നമുക്ക് സെല്ലിന്റെ ഓപ്ഷൻ എടുത്താൽ മതി. ഇപ്പൊ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അപ്സൈഡിന്റെ എൻട്രി ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടൊരു ബൈ സൈഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് എക്സ്ട്രാ കളർ അവിടെ കാണിക്കുന്നുണ്ട്, കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു ബൈ മൂവ്മെന്റിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ റിസ്കി ആണെന്ന് അവിടെ സൂചിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇന്നത്തെ 1 മിനിറ്റിലെ സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും അതിന്റെ പുട്ടിന്റെയും ചാർട്ടാണ്. ഇപ്പൊ രാവിലെ നമുക്ക് സെൻസെക്സിലെ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് തലേ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് അടിച്ചിറങ്ങുമായിരുന്നു. തലേ ദിവസം അവിടെ സെല്ല് വന്നത് മാർക്കറ്റ് അടിച്ചു താട്ടിറങ്ങി. പക്ഷെ നമുക്ക് അവിടെ ബൈ ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് തിരിച്ച് മാർക്കറ്റ് ചെറുതായിട്ട് കയറിയപ്പോൾ നമുക്ക് താഴെ ഇട്ട് തന്നത് കൊണ്ട് നമുക്ക് ഇവിടെ റിട്രേസ്മെന്റിന് ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ഇറങ്ങി. ഒരു 9:30 ക്യാപ്പിലാണ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയത്. അവിടെ നമുക്ക് 75,300 പുട്ടിൽ നമുക്ക് ആ എൻട്രി തന്നിട്ടുണ്ട്. അവിടുന്ന് 9:30 അപ്പോൾ നമുക്ക് 328 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കയറിയ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 493 വരെ പോയി. അത് തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെയും പോയി. അത് 533 വരെയൊക്കെ രണ്ടാമത് പിന്നെയും കയറിയിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു. നമുക്ക് താഴെ ഗ്രീൻ ആണ്, നമുക്ക് മാർക്കറ്റ് ബൈ സൈഡ് ആണ്. പിന്നെ ഈ റിട്രേസ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ തിരിച്ചറിയാം, തിരിച്ചിറങ്ങുന്നതും തിരിച്ചു കയറുന്നതും. പ്രോപ്പർ സെല്ലിലേക്ക് വരുമ്പോൾ താഴെ മേളിലും ഒന്നിച്ച് നമുക്ക് റെഡിലേക്ക് വരാം. ആ സമയത്ത് നമുക്ക് സെല്ലിന്റെ ഓപ്ഷൻ എടുത്താൽ മതി. ഇപ്പൊ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അപ്സൈഡിന്റെ എൻട്രി ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടൊരു ബൈ സൈഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് എക്സ്ട്രാ കളർ അവിടെ കാണിക്കുന്നുണ്ട്, കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു ബൈ മൂവ്മെന്റിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ റിസ്കി ആണെന്ന് അവിടെ സൂചിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ.